ഹായ് ഫ്രണ്ട്സ്, നമുക്ക് നോക്കിയാലോ ബെത്സദാ കുളത്തിലെ ജലം. നമുക്ക് നോക്കാം. ജെറുസലേം ദേവാലയത്തിൻ്റെ പരിസരത്തുള്ള ബെത്സദാ കുളത്തിനരികിൽ 38 വർഷമായി സൗഖ്യം കാത്തുകിടന്നിരുന്ന വ്യക്തിക്ക് സൗഖ്യം ലഭിച്ചിട്ടില്ല. യേശു തൻ്റെ ഏതാനും വാക്കുകൾ കൊണ്ട് അയാളെ സുഖപ്പെടുത്തി. ബെത്സദാ കുളത്തിലെ ജലത്തിന് പകരം യേശു ഉപയോഗപ്പെടുത്തിയത് തൻ്റെ വചനമാണ്. സൗഖ്യത്തിന് മെച്ചപ്പെട്ട ഒരു മാർഗം യേശു അയാൾക്കും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കും കാണിച്ചു കൊടുക്കുകയായിരുന്നു. താൻ നൽകുന്ന സൗഖ്യം സൗജന്യമാണ്. തൻ്റെ വചനം വഴിയാണ് വ്യക്തികൾ അത് അനുഭവിക്കുക. യേശുവിൻ്റെ വചനമാകുന്ന ജലം സൗഖ്യം നൽകുന്നു. യഹൂദമതത്തിലെ പഞ്ചഗ്രന്ഥിയോ 38-ലധികം വരുന്ന സാബത്ത് നിയമങ്ങൾക്കോ നൽകാൻ മടിച്ചു നിന്ന സൗഖ്യം യേശു തൻ്റെ വചനമാകുന്ന ജലത്താൽ 38 വർഷം രോഗിയായി കഴിഞ്ഞവനും 5 മണ്ഡപങ്ങളുള്ള ബെത്സദാ കുളത്തിനതിൽ കാത്തുകിടന്നവനുമായ രോഗിക്ക് നൽകി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ബായ്.